ചോറ്റുപാത്രവുമായി സ്കൂളിൽ പോയിരുന്ന ഒരു കാലം നമ്മിൽ പലർക്കും ഉണ്ടാകും. സ്കൂളിൽ മാത്രമല്ല, ഓഫീസിലും ജോലി സ്ഥലത്തുമൊക്കെ ഇപ്പോഴും ചോറ്റുപാത്രവുമായി പോകുന്നവരും ഉണ്ടാകും. ആ പാത്രത്തിന് ഇപ്പോൾ പേര് ലഞ്ച് ബോക്സ് എന്നോ മറ്റോ ആയിട്ടുണ്ടാകും എന്നേയുള്ളൂ ഒരു മാറ്റം. എന്തായാലും ചോറ് കൊണ്ടുപോകാനുള്ള പാത്രം ചോറ്റുപാത്രമാണ് ഇന്നും മലയാള ഭാഷയ്ക്ക്. എന്നാൽ ഒരു കവി ചോറ്റുപാത്രം എന്നതിനെ ചോറ്റുപാഠം എന്ന് തിരുത്തുന്നു. നെല്ല് വിളയുന്ന പാടം എന്ന അർത്ഥത്തിലല്ല, പാഠം പഠിപ്പിക്കുന്ന പാഠം എന്ന നിലയ്ക്ക്. അങ്ങനെ ഒന്ന് നമ്മൾ മനസ്സിൽ കണ്ടു നോക്കുക. ചോറ്റുപാഠം. ചോറ്റുപാത്രത്തിൽ നിന്ന് നമുക്കൊരു പാഠമല്ല, അനവധി പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് കവിതയിലൂടെ പറഞ്ഞു തരികയാണ് പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ പുതിയ കവിതാ സമാഹാരമായ ചോറ്റുപാഠം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചോറ്റുപാഠം അടക്കമുള്ള മറ്റ് കവിതാ സമാഹാരങ്ങളുടെയും മുഖചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പശ്ചാത്തലത്തിൽ. അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങി വേഗം വാ എന്ന് നിർബന്ധിക്കുന്ന ഭാര്യയും, ഞാൻ ഈ പുസ്തകം ഒന്ന് വായിച്ചോട്ടെ എന്ന് എതിര് പറയുന്ന ഭർത്താവും, അയാളുടെ കടലാസുകളിലെ വ്യഞ്ജനാക്ഷരങ്ങളും ഭാര്യയുടെ മെനുവിലുള്ള പലവ്യഞ്ജനങ്ങളും എല്ലാം ചേർന്ന് അടുക്കള എന്ന പുസ്തകത്തെക്കുറിച്ചും അതിനപ്പുറവുമൊക്കെ വിചാരപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ് ചോറ്റുപാഠം. ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രശസ്ത കവി ദിവാകരൻ വിഷ്ണുമംഗലമാകട്ടെ സമകാലിക മലയാള കവിതാ ലോകത്ത് പാരമ്പര്യത്തിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി മലയാള കവിതയിലെ നിത്യസ്പന്ദനമാണ്. സ്വാഗതം ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം. നമസ്കാരം. 12ഓളം കവിതാ സമാഹാരങ്ങൾക്ക് ശേഷം ആണ് ഈ ചോറ്റുപാഠത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു ശീർഷകത്തെ നമ്മൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ചോറ്റുപാത്രം എന്നുള്ളത് ചോറ്റുപാഠം, പാഠം പഠിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നു. വേണമെങ്കിൽ അതിനെ പാഠം, നെല്ല് വിളയുന്ന പാഠം എന്ന അർത്ഥത്തിലേക്ക് കൂടി നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ കവിയോട് അരി വാങ്ങാനും പലവ്യഞ്ജനം വാങ്ങാനും വേണ്ടി നിർബന്ധിക്കുന്നു. ഈ പുസ്തകം ഒന്ന് വായിച്ച് കഴിയട്ടെ എന്ന് പറയുന്നു. അവർ തമ്മിലുള്ള ഒരു തർക്കം ഭാഷയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അടുക്കള എന്ന് പറയുന്ന വലിയ പുസ്തകത്തെക്കുറിച്ചും അടുക്കളയിൽ തളച്ചിടേണ്ട അവളാണ് സ്ത്രീ എന്ന് പറയപ്പെടുന്ന പുരുഷാധിപത്യ മനോഭാവത്തെക്കുറിച്ചും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോകേണ്ടതിനെക്കുറിച്ചും പാടത്ത് വിളയുന്ന നെല്ല് അടുക്കളയിൽ എന്തായിട്ട് മാറുന്നു, അത് ഭർത്താവിൻ്റെ വായിലേക്ക് എന്തായി മാറുന്നു, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഈ സമാഹാരത്തിലെ പ്രധാനപ്പെട്ട കവിതയായിട്ടുള്ള ചോറ്റുപാഠം ഒരർത്ഥത്തിൽ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കവിതാ രചനാരീതിയുടെ പൊതു സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ചോറ്റുപാത്രം എന്ന ഒരു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒട്ടും വൈബ് തോന്നിപ്പിക്കാത്ത ഒരു പദം എടുത്തുപയോഗിക്കുന്നതിലൂടെ ഞാൻ പഴഞ്ചനായി അറിയപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു വിചാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ഉണ്ടോ? വളരെ സന്തോഷം. ചോറ്റുപാഠത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കവി കൂടിയായ MS ബനേഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പഴഞ്ചൻ എന്ന രീതി ചില ആളുകൾ ഇന്ന് മനസ്സിൽ വെച്ചു പുലർത്തുന്നുണ്ട്. അതായത് പഴയ കവിതകളാണ് മോശം, പുതിയ കവിതകൾ മാത്രമാണ് ശരി എന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു പഠനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ആളുകളുടെ ഇടയിൽ ഇന്ന് കാണുന്നുണ്ട്. അത് പുതിയ എഴുത്തുകാരിൽ ചിലപ്പോൾ അത് കൂടുതൽ ഇതായിട്ട് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ കവിതയും അതേപോലെ തന്നെ ഏറ്റവും പ്രാചീനമായ അല്ലെങ്കിൽ ഏറ്റവും ആധുനിക കവിതയ്ക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന എല്ലാ കാവ്യ സരണികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കവിതയും ഒരു അനുസ്യൂതിയായി കാണാനാണ് എനിക്ക് താല്പര്യം. എഴുത്തച്ഛൻ അല്ലെങ്കിൽ ചെറുശ്ശേരി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കവികളും, എഴുത്തച്ഛനും ആശാനും ഇടശ്ശേരിയും വൈലോപ്പിള്ളിയും കുഞ്ഞിരാമൻ നായരും അതുപോലെ തന്നെ ബാലാമണിയമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കാവ്യ പാരമ്പര്യത്തിന്റെ വായന സംസ്കൃതിയിൽ നിന്നാണ് എൻ്റെയൊക്കെ ഭാഷ രൂപപ്പെട്ടത്. അതുകൊണ്ട് ആ കവിതകളെല്ലാം അതാത് കാലത്ത് ഏറ്റവും നല്ല നവീനമായ കവിതകൾ തന്നെയാണ്. അപ്പൊ അക്കാലത്തുള്ള കവിതകൾ ആ കാലത്തിന്റെ കവിതയാണ്, ഈ കാലത്തിന്റെ കവിതകൾ ഈ കാലത്തിന്റെ കവികൾ എഴുതുന്ന കവിത ഈ കാലത്തിന്റെ കവിതയാണ്. അതുകൊണ്ട് പഴഞ്ചൻ എന്നോ പുതുക്കൻ എന്നോ പറയുന്നതിൽ ശരിക്ക് ഒരു അർത്ഥം ഇല്ല. ഇതൊക്കെ ബനേഷിനെ പോലുള്ള കവികൾക്ക് ശരിക്കും അറിയാം. കാരണം അവർ പഴയതിനെയും പുതിയതിനെയും ഒക്കെ ബനേഷിന്റെ തലമുറയിലുള്ള ആളുകൾ, നമ്മുടെ ആ തലമുറയിലുള്ള ആളുകൾ മനസ്സിലാക്കിയും അതിനെ ആദരപൂർവ്വം മറികടക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാനും അത്തരത്തിലുള്ള ഒരു കാവ്യ നിലപാടിലാണ്
ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴല്ല, ഏത് കാലത്തും പഴയ കവിതയും വായിക്കും, പുതിയ കവിതയും വായിക്കും. ഏറ്റവും നൂതനമായ അതിൽ കവിതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യമായിട്ട് ഉള്ളത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ദിവാകരൻ വിഷ്ണുമംഗലം, പാരമ്പര്യത്തിൻ്റെ ഒരു മഹിമയും അത് നമ്മുടെ ഇക്കാലത്ത് നിലനിന്നുകൊണ്ട് തന്നെ ഇക്കാലത്തിൻ്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് കവിതാമയമായി നമ്മൾ നോക്കുമ്പോൾ തന്നെയും പാരമ്പര്യത്തിൻ്റെ ഊർജം നമ്മുടെ കവിതയെ എത്രത്തോളം ശക്തമാക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചടക്കം താങ്കൾ പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവരുടെയൊക്കെ പേരിലുള്ള പുരസ്കാരങ്ങളുടെ വലിയ നിര നേടിയിട്ടുള്ള കവി കൂടിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. വി ടി കുമാരൻ സ്മാരക കവിതാ അവാർഡാകട്ടെ, മഹാകവി കുട്ടമത്ത് അവാർഡാകട്ടെ, കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ എൻഡോമെൻ്റ് അവാർഡ്, വൈലോപ്പിള്ളി അവാർഡ്, ഇടശ്ശേരി അവാർഡ്, NV കൃഷ്ണവാര്യർ അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, VVK പുരസ്കാരം, മൂലൂർ അവാർഡ്, തിരുനെല്ലൂർ പുരസ്കാരം, വയലാർ കവിതാ പുരസ്കാരം, വെൺമണി അവാർഡ്, ഏറ്റുമാനൂർ കാവ്യവേദിയുടെ പുരസ്കാരം, പകൽക്കുറി പുരുഷോത്തമൻ സ്മാരക കവിതാ പുരസ്കാരം, മാധവിക്കുട്ടി പുരസ്കാരം, മഹാകവി P കവിതാ പുരസ്കാരം എന്നിവയടക്കം, ഒടുവിൽ D വിനയേന്ദ്രൻ സ്മാരക കവിതാ അവാർഡ് അടക്കം ഈ പുരസ്കാരങ്ങളുടെ പേരുകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കവികുലത്തിൻ്റെ വലിയ നാമരൂപങ്ങൾ നമ്മുടെ മുന്നിൽ വലിയ ബൃഹത് രൂപങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പാരമ്പര്യത്തിൻ്റെ വക്താക്കളായിട്ട് നിലനിൽക്കെ തന്നെ അക്കാലങ്ങളിൽ വലിയ ഊർജം മലയാള കവിതയുടെ ഭാവുകത്വത്തിൻ്റെ ഭാഗമായിട്ട് പരിവർത്തനം വരുത്തിയ കവികൾ കൂടി ഉൾപ്പെടുന്നു. താങ്കൾ ആരുടെ പേരിൽ പുരസ്കാരം വാങ്ങിച്ചുവോ അവരെല്ലാവരും. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ കാലത്ത് നിൽക്കുമ്പോൾ സ്വന്തം കവിതയെക്കുറിച്ചുള്ള നിലപാട് എന്താണ് കവിത എന്നതിന് താങ്കളുടെ ഓരോ സമാഹാരത്തിലും വ്യത്യസ്തങ്ങളല്ലാത്ത എന്നാൽ വിഭിന്നമായിട്ടുള്ള, ഭിന്നമായിരിക്കെ തന്നെ അഭിന്നമായിരിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ താങ്കൾ നൽകിയിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ വായനക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ എന്താണ് കവിത, എന്താണ് അതിൻ്റെ കാവ്യാനുഭവത്തിൻ്റെ രസാനുഭൂതി എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക? ഞാൻ ഉറവിടം എന്ന് പറയുന്ന കവിതയുടെ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? കവിതയെ കണ്ണുനീരാറ്റിക്കുറുക്കും നാട്ടുവൈദ്യമായി വരൂ നീ കൂട്ടുമായി എന്റെ ജീവിതപ്പനിയാറ്റുവാൻ. അശാന്തമായ മനസ്സിന്റെ അവസാനത്തെ ആശുപത്രിയാണ് എനിക്ക് കവിത എന്ന് മറ്റൊരു സമാഹാരത്തിന്റെ ആമുഖമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളർന്നതും ഒക്കെ ഒരു കുഗ്രാമം എന്ന് തന്നെ പറയാം. അവിടെ വായനയില്ല, എഴുത്തില്ല, അധികം അങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അമ്മ ചെറുപ്പത്തിൽ കൃഷ്ണപ്പാട്ട് വായിക്കും വീട്ടില്. പിന്നെ നാട്ടിപ്പണിക്കൊക്കെ പോയി കൃഷിപ്പണി എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ അങ്ങനെ അവിടെ പാടുന്ന നാട്ടിപ്പാട്ടുകൾ, അതുപോലെ മറ്റ് വടക്കൻ പാട്ടുകൾ, ഇതൊക്കെ കേട്ടാണ് ഞാൻ വളരുന്നത്. ആകെ കൊണ്ടുവരുന്ന ഞങ്ങളുടെ നാട്ടില് ഒരു പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിലെ അജാനൂരിലെ വിഷ്ണുമംഗലം, അതെ, അജാനൂർ ഗ്രാമത്തിൽ തന്നെയാണ് ഈ മടിയങ്കൂലം ക്ഷേത്രം. അപ്പൊ അവിടെ പാട്ട് കലശം 2 ഉത്സവം ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഈ നിരത്തി വെക്കുന്ന ചില പുസ്തകങ്ങൾ, ആലിന്റെ മെരട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന പുസ്തകങ്ങൾ, ചെറിയ പുസ്തകം, 1 അണ 2 അണ, അപ്പൊ നീതിസാരം, കടാങ്കൊട്ടുമാക്കത്തിന്റെ പാട്ട്, ഇത്തരം ചെറിയ പുസ്തകങ്ങൾ മാത്രമേ വീട്ടിൽ കൊണ്ടുവരുള്ളൂ. അത് അല്ലെങ്കിൽ സിനിമ എഴുതുന്നുള്ള പാട്ടുപുസ്തകം, മറ്റ് വായനകളൊന്നുമില്ല, പാഠപുസ്തകം മാത്രം. പിന്നെ എന്റെ വായന മലയാള മനോരമ അത്യാവശ്യം വായിക്കും. അപ്പൊ ബോബനും മോളി, ഫലിത ബിന്ദുക്കൾ, അങ്ങനെയുള്ള വായന മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. പിന്നീട് കാസർഗോഡ് കോളേജിൽ പോയ സമയത്താണ് അവിടെ അംബികാസുധൻ മാങ്ങാട്, രത്നാകരൻ മാങ്ങാട്, ഭാസ്കരൻ, ബാലഭാസ്കരൻ, ഇങ്ങനെ ഒരുപാട് നല്ല ചിത്രകാരന്മാരും എഴുത്തുകാരും ഒക്കെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് പുതിയ ഭാവുകത്വം മനസ്സിലാവുന്നത്. അന്നത്തെ കലാകൗമുദി, മാതൃഭൂമി, മലയാള നാട്, അങ്ങനെയുള്ള പല ഭാഷാഭൂഷണി, ദേശാഭിമാനി, ഇങ്ങനെയുള്ള ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ കാണുന്നത് അപ്പോഴാണ് എനിക്ക് ഈ അക്കാലത്തെ ഏറ്റവും പുതിയ അയ്യോ പണിക്കർ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അതുപോലുള്ള ആളുകളുടെ ONV കുറുപ്പും സുഗതകുമാരി ടീച്ചർ ഒരു ഭാഗത്ത്, അങ്ങനെ അയ്യപ്പണിക്കറും അതുപോലെ സച്ചിദാനന്ദനും കടമ്മനിട്ടയും ഒക്കെ ഒരു ഭാഗത്ത്, അവരുടെ കവിയരങ്ങുകൾ, അവരുടെ ഏറ്റവും റീസെന്റ് ആയ കവിതകൾ, ഇതൊക്കെ വായിക്കാനുള്ള ഒരു സാധ്യത കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെയാണ് പുതിയൊരു ഭാവുകത്വം മനസ്സിലാവുന്നത്. അന്ന് അക്കാലത്ത് 85 കാലഘട്ടം, 87 കാരെയാണ് ഞാൻ കാസർഗോഡ് കോളേജിൽ, 87 എന്റെ MSc അവിടെ കഴിയുന്നത് ജിയോളജിയിൽ. അപ്പൊ അന്ന് അവിടെ ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും നല്ല സിനിമകൾ കാണുക, അന്നുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത, അതിൽ കവിതയുണ്ട്.
ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആരോ നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് ഹിന്ദി. അത് അപ്പോ ഇങ്ങനെ മലയാളം പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു ഒരു ഗൃഹാതുരത്വം, അല്ലെങ്കിൽ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ പൊഞ്ഞാറ് കൊണ്ടാണ് ഞാൻ ഭാഷ ഇല്ല ഈ കവിതകൾ തേടിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വായിക്കുമ്പോൾ അന്നത്തെ സിനിമകളിൽ ഉണ്ടായിരുന്നു കവിത. ഇപ്പൊ അരവിന്ദന്റെ പോക്കുവെയിലില് ബാലേന്ദ്ര ചുള്ളിക്കാട് അഭിനയിക്കുകയും കവിത ചൊല്ലുകയും ചെയ്തു. മാപ്പുസാക്ഷിയും അതുപോലെ പിന്നെ ജോസഫ് എന്ന് പറയുന്ന മാപ്പുസാക്ഷി, അതുപോലെ തന്നെ യാത്രാമൊഴി പോലുള്ള കവിതകൾ അതിൽ കേൾക്കുന്നു. പിന്നെ ലെനിൻ ജയന്തന്റെ എല്ലാ സിനിമകളിലും കവിതകളുണ്ട്. അത് ഏറ്റവും അയ്യപ്പണിക്കരുടെ കവിതയൊക്കെയാണ് അന്ന് സിനിമകളിൽ വരുന്നത്. അങ്ങനെ കവിതകൾ, വേനൽ, ചില്ല്, അതെല്ലാം. അപ്പൊ ഇത്തരം കവിതകളുടെ ഒരു ഏറ്റവും ആധുനികമായ കവിതയെ സമീപിക്കുന്നത് ഈ സിനിമകളിലൂടെയും ഈ ആനുകാലികങ്ങളിലൂടെയാണ്. അത് തേടിപ്പിടിച്ച് വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവുകത്വത്തിൽ നിന്നാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കവിതകളുടെ വക്താക്കളായിരുന്നു. അതേ സമയത്ത് പഴയ കവികളെ, ഇപ്പൊ എന്റെ നാട് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ രാജാനുഗ്രാമം, അവിടെയാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചതും വളർന്നതും. പിന്നീട് തിരുവനന്തപുരം, കാസർഗോഡ്, ഇവിടെ ഈ കേരളത്തിന് ഇങ്ങേയറ്റത്ത് ജനിച്ച അങ്ങേയറ്റത്ത് അസ്തമിച്ച ഒരു കാവ്യജീവിതം കൊണ്ട് കേരളത്തെ മുഴുവൻ കവിതയിൽ അടയാളപ്പെടുത്തിയ കവി പി. പക്ഷെ ഒരു മലയാളം ഭാഷ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ ഒരു കവി അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു 7ാം ക്ലാസ്സോ മറ്റോ ആ സമയത്ത് തന്നെ അദ്ദേഹം മരിച്ചല്ലോ. അപ്പൊ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ കാലത്ത്. പക്ഷെ കുഞ്ഞിരാമൻ നായർ ഒരു ഒബ്സഷൻ പോലെ എൻ്റെ ഉള്ളില്. പിന്നെ അപ്പൊ കുഞ്ഞിരാമൻ നായർക്ക് ഒരു സ്മരണാഞ്ജലിയായിട്ട് ഞാനൊരു കവിത എഴുതിയിരുന്നു. അതിൽ പറയുന്നുണ്ട്, പ്രകൃതി പീയൂഷം പി ആത്മാവിൻ കുളിർപ്പച്ച. അത് തുടങ്ങുന്നത് തന്നെ പി കാലമഹാവനം ഒറ്റമൂലിക താളം തെറ്റുന്ന കാലത്തിന് ഗതിസൂചിക വിശ്വദർശന ധ്യാനം സ്വപ്ന വസന്തോത്സവ ഗന്ധം പി കാലമഹാവനം എന്നാണ്. അപ്പൊ കുഞ്ഞിരാമൻ നായർ ഞങ്ങളുടെ നാട്ടില് ആണ് എന്ന് അറിയുന്നതിലുള്ള ഒരു വല്ലാത്തൊരു ആകാംക്ഷ കുഞ്ഞിരാമൻ നായരെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ കുട്ടമത്ത്, അന്യഭാഷാ വർഷം വന്ന് മുക്കുമ്പോൾ സ്വഭാഷയാം ഈ കുന്നെടുത്ത് കുടയായി നാം പിടിച്ചിടണമെന്ന് ഈ ഭാഷാധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടി നാട്ടുഭാഷയെ അതിന്റെ പ്രയോഗ വീര്യത്തെ ആദ്യം ഉദ്ബോധിപ്പിച്ച കവിയാണ് മഹാകവി കുട്ടമത്ത്. വള്ളത്തോളിന്റെ സമശീർഷനാണ്. അത് ചെറുവത്തൂർ ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള, അതുപോലെ ടി.എസ്. തിരുമുമ്പ് അധികാരി വർഗത്തോട് ഏറ്റവും കലഹിച്ച, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടൊക്കെ കലഹിച്ച ഒരു ആളാണ്. തലനിരക്കുന്നതല്ലെന്റെ വൃദ്ധത്വം, തലനിരക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പറഞ്ഞ ആ ടി.എസ്. തിരുമുമ്പ്. ഇവരൊക്കെ ഈ മണ്ണിന്റെ കവികളായിരുന്നു. പിന്നെ തെയ്യത്തിന്റെ തോറ്റംപാട്ടുകൾ കവിതകളാണ്. ഇന്നത്തെ ഏറ്റവും നല്ല ആധുനിക കവിതയുടെ അതേ ഡിക്ഷനാണ് തോറ്റംപാട്ടെന്ന് നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ തോറ്റംപാട്ടിൽ എല്ലാം ഒരു യാത്രയുണ്ട്, അതുപോലെ തന്നെ ഒരു സംസ്കാരമുണ്ട്. അപ്പൊ ഈ പിന്നെ ഞങ്ങളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വറേ, നിങ്ങളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വറേ എന്ന് പറഞ്ഞ് ഒരു പണ്ഡിതവർഗത്തോടെ അവരോട് കലഹിക്കുന്ന ഒരു, വളരെ സൗമ്യമായി കലഹിക്കുന്ന ഒരു തെയ്യം, പൊട്ടൻ തെയ്യം. തീയിൽ ചാടിയിട്ട് എനിക്ക് കുളിരുന്ന് അറിയും. അങ്ങനെയുള്ളത് മഹാകവി പിയും അങ്ങനത്തെ ഒരു പൊട്ടൻ തെയ്യത്തിന്റെ ഒരു ആൾരൂപമായിരുന്നല്ലോ മലയാള കവിതയിൽ. അതായത് വീട് തിരിച്ചു വലിക്കുക, അങ്ങനത്തെ കുറെ ചെരുപ്പ് മാറിപ്പോവുക, അങ്ങനത്തെ, അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ ഒരു സംസ്കാരം, തെയ്യത്തിന്റെ ഒരു സംസ്കാരം ഞങ്ങളുടെ വടക്കൻ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതുകൊണ്ടാണ് ഈ പല പല കവിതകളിലും ഈ വടക്കൻ നാട്ടുഭാഷയും ഒക്കെ വരുന്നത്. സിനിമകളിലും ഇപ്പൊ വരുന്നുണ്ടത്. ഇപ്പൊ എന്നാത്താൻ കേസ് കൊടുക്ക് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഇവിടുന്ന് ഇറങ്ങിയത്. മദനോത്സവം, അതുപോലെ അതിലുള്ള തിങ്കളാഴ്ച നിശ്ചയമൊക്കെ. ഇപ്പൊ ഈ മണ്ണിന്റെ ഭാഷയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ആധുനിക കവിതകളിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ മാത്രമല്ല, കേരളത്തിലെ മലയാളത്തിലെ മിക്ക കവികളും, പുതിയ ആധുനിക കവികൾ, പുതിയ ഉത്തരാധുനിക കവികൾ ഒക്കെ ഈ നാട്ടുഭാഷയുടെ പ്രയോഗവീര്യം മനസ്സിലാക്കുന്നുണ്ട് അതാത് സ്ഥലങ്ങളിലെ. അപ്പൊ അതുപോലെ എൻ്റെ നാട്ടിലത്തെ ഭാഷയും എൻ്റെ നാട്ടിലെ സംസ്കാരവും അറിയാതെ എൻ്റെ പ്രകടമായി ഞാൻ പ്രത്യക്ഷമായി അല്ലാതെ പരോക്ഷമായി അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ കവിതയിൽ പ്രകടമാകുന്നതായിരിക്കാം. സ്വന്തം കാവ്യജീവിതത്തെയും കാവ്യജീവിതത്തിന് പ്രേരകമായിട്ടുള്ള പ്രാദേശിക അനുഭവത്തെയും അവിടുത്തെ എഴുത്തുകാരുടെ സ്വാധീനത്തെയും ഒക്കെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ദിവാകരൻ വിഷ്ണുമംഗലം. ഇടവേള കഴിഞ്ഞ്
തിരികെ എത്തുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യ സമാഹാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ നിർവചനം എന്നതാണ്. ആ നിർവചനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ദിവാകരൻ വിഷ്ണുമംഗലം ഇക്കാലം അത്രയും ഇനിയും ഒരു പക്ഷേ എഴുതാൻ സാധ്യതയുള്ള ഭാഷാ ശൈലിയുടെ നേരെ വിപരീത സ്ഥലത്ത് നിൽക്കുന്ന KGS ആണ് നിർവചനം എന്ന താങ്കളുടെ ആദ്യ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്, ഭാഷ ഉപയോഗിക്കുന്ന ഭാഷയുടെ ശൈലി വ്യത്യസ്തമായാലും അതിനകത്ത് നാം ഇക്കാലത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു, ഈ കാലത്തെ എങ്ങനെ ഒരു കവി എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് KGS മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോറ്റുപാഠം എന്ന കവിതാ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ ദിവാകരൻ വിഷ്ണുമംഗലമാണ് നമ്മോടൊപ്പം തൻ്റെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവാകരൻ വിഷ്ണുമംഗലം നിർവചനം എന്ന് പറയുന്ന ആദ്യത്തെ സമാഹാരം, അതിനുശേഷം പാഠാവലി എന്നുള്ള സമാഹാരം, ജീവൻ്റെ ബട്ടൺ എന്നുള്ള കാവ്യസമാഹാരം, ധമനികൾ എന്നുള്ള മറ്റൊരു കവിതാ പുസ്തകം, രാവോർമ എന്ന പുസ്തകം, മുത്തശ്ശി കാത്തിരിക്കുന്നു, കൊയക്കട്ട, ഉറവിടം, അഭിന്നം, വെള്ളബലൂൺ, ശലഭച്ചിറകിൽ, ചോറ്റുപാടം തുടങ്ങി 12ഓളം കവിതാ സമാഹാരങ്ങളാണ് താങ്കളുടേതായിട്ടുള്ളത്. ഇതിൽ ആദ്യ കവിതാ സമാഹാരമായ നിർവചനത്തിന് അവതാരിക എഴുതിയത് KGS ആണ്, KG ശങ്കരപ്പിള്ള. ഒരു പക്ഷേ താങ്കളുടെ കവിതാ ശൈലിയുടെ, ഭാഷാരീതിയുടെ വ്യത്യസ്ത തലത്ത് നിൽക്കുന്ന വ്യക്തിത്വമാണ് KGS. എന്നിട്ടും താങ്കളുടെ ആദ്യ പുസ്തകത്തിന് അവതാരിക എഴുതിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കവിത ഇക്കാലം അത്രയും ദിവാകരൻ വിഷ്ണുമംഗലം നിരന്തരം സ്പന്ദിച്ചുകൊണ്ട് ഈ നമ്മുടെ സമകാലികതയെ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി അഭിസംബോധന ചെയ്യുന്നു എന്നതുകൊണ്ടാണോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമായിരുന്നു അത്. കാരണം ഞാൻ അറിയാത്ത ഒരു കവിയാണ് അന്ന് അധികമൊന്നും ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല KGS. ഇപ്പൊ KGS എന്ന് പറയുന്ന KG ശങ്കരപ്പിള്ള സാറ് ഇതിന് അവതാരിക എഴുതി എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. ഇരയുടെ മിടിപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്രയോ കാലം ഞാൻ അത് ഒരു കാലത്തും മറക്കാത്തൊരു സംഭവമാണ്. ഇതിന് കാരണമായത്, അന്ന് ഇത് ഇറക്കിയത് കാസർഗോഡ് GB വത്സം മാഷുടെ നേതൃത്വത്തിൽ ഒരു കലാക്ഷേത്രം, നല്ല പ്രസിദ്ധീകരണങ്ങൾ, നല്ല പുസ്തകങ്ങൾ മാത്രം ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണശാലയായിരുന്നു. അതിപ്പോഴില്ല. അപ്പോൾ ആ N പ്രഭാരം മാഷുടെയും അതുപോലെ VKNന്റെയും ഒക്കെ നല്ല നല്ല പുസ്തകം, മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഇറക്കിയ ഒരു സ്ഥലമാണ്. അവിടുന്ന് ഇത് ഈ നിർവചനത്തിന്റെ ആദ്യ പുസ്തകത്തിന്റെ ഇത് ഇറക്കുമ്പോൾ വത്സം മാഷാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല പരിചയമുള്ള KGS ശങ്കരപ്പിള്ള സാറിന് ഇത് കൊടുക്കുന്നത്. അദ്ദേഹം ഇത് എഴുതി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ വളരെ തൃണമായ എന്നെ പോലെയുള്ള ആളുകൾക്ക് അന്നും ഇന്നും ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയോടെ മലയാള കവിതയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ KGS ഇത് എഴുതി എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ആ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ല പുസ്തകമായി വായിച്ചതായിട്ട് കാക്കനാടൻ, നമ്മുടെ പ്രശസ്ത കഥാകൃത്ത് കുറിച്ച് എഴുതി. അതിലെ കവിതകളെ കുറിച്ച് പിന്നെ M കൃഷ്ണൻ നായർ എഴുതിയിട്ടുണ്ട്. അതിൽ വൃക്ഷഗീതത്തെക്കുറിച്ചും ഭാഷാഭൂഷണിൽ വന്ന കാലത്ത് വൃക്ഷഗീതം യഥാർത്ഥത്തിൽ മനുഷ്യഗീതം തന്നെയാണ് എന്ന് M കൃഷ്ണൻ നായർ എഴുതിയിരുന്നു. കിനാവിനെ കുറിച്ച് എഴുതിയിരുന്നു. അതൊക്കെ നന്നായിട്ടാണ് എഴുതിയത്. അപ്പൊ ഇതൊന്നും പരിചയമില്ലാത്ത ഈ മഹാനുഭാവന്മാര് നമ്മളെപ്പോലുള്ള എഴുതി തുടങ്ങുന്ന ആളുകൾക്ക് തരുന്ന ഈ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പരിഗണനയുണ്ടല്ലോ, അത് നന്മയുള്ളവർക്കേ പറ്റും. അതിന് ഒരു തുലാവർഷക്കുളിരിന്റെ സാന്ത്വനം എനിക്ക് തന്നു എന്നാണ് ഈ പുസ്തകം വായിച്ചിട്ട് T പത്മനാഭൻ സാർ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അക്ഷരം, ഈ സർഗാത്മക ബന്ധുത്വം ഉണ്ടല്ലോ, അക്ഷരം കൊണ്ട് നമ്മൾ എവിടെയൊക്കെയോ ആരെയോ തൊടുന്നു, നമ്മൾ ബന്ധുക്കളാവുന്നു. ആ രൂപത്തിലാണ്. ഇപ്പൊ MS ബനേഷിന്റെ കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള കവിതകളാണ്. അതുപോലെയാണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു അനുസ്യൂതിയുടെ ഭാഗമാണ്. എന്റേതാണ് ശരി, നിന്റേതാണ് ശരി, അല്ലെങ്കിൽ അവൻ്റെതാണ് ശരി എന്നുള്ള ഒരു രീതിയിലല്ല കവിതയെ സമീപിക്കേണ്ടത്. എഴുത്തച്ഛന്റെ ചെറുശ്ശേരിയെ വായിക്കുമ്പോൾ കിട്ടുന്ന നമുക്കുണ്ടാകുന്ന ഒരു വാത്സല്യപ്പാൽ മധുരം ഉണ്ടല്ലോ. പക്ഷെ അത് ചെറുശ്ശേരിയിൽ നിന്ന് എഴുത്തച്ഛനിലേക്ക് എത്തുമ്പോൾ അത് തേന്റെ വീര്യമായി മാറുന്നു. അല്ലെങ്കിൽ കുഞ്ചന്മാരിലേക്ക് എത്തുമ്പോൾ ഒരു സദ്യ, ഭാഷയുടെ ഒരു സദ്യ ഉണ്ടാകും പോലെ തോന്നുന്നു. ബാലാമണിയമ്മയിലേക്ക് എത്തുമ്പോൾ അത് ഒരു മഴുവിന്റെ കഥ പോലുള്ള ആരാണ് എഴുതിയത്, ഇപ്പം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും മനസ്സിലാക്കാതെ ഏത് ഒരു കവി എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അവിടെ സ്ത്രീ കവി, പുരുഷ കവി ഒന്നുമില്ല. അവിടെയുള്ളത് ആകെയുള്ളത് കവി. ഈ കവിത്വം ഉള്ള ഒരു ധാരയിൽ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്പന്ദനം അല്ലെങ്കിൽ ഒരു റിസണൻസ് അവർക്ക് തോന്നിയിട്ടുണ്ടാവും എവിടെയെങ്കിലും. അതാണ് ഈ അനുഗ്രഹത്തിനെല്ലാം ഞാൻ അവരോട് നന്ദി പറയുന്നു. ഏത് കാലത്തും ആ കടപ്പാടുണ്ട്. ഇതൊക്കെ അറിയാതെ ആവുന്നതാണ്.
ഇപ്പോ അതുകൊണ്ടാണ് നല്ല കവികളെ കുറിച്ച് ഞാൻ ഇടക്കിടയ്ക്ക് കവിത എഴുതുന്നത്. ഇപ്പൊ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയിരുന്നു, ഇടശ്ശേരിയെ കുറിച്ച് എഴുതിയിരുന്നു, വൈലോപ്പിള്ളിയെ കുറിച്ച് എഴുതിയിരുന്നു. ഇതെന്റെ ഇഷ്ട കവികളാണ് ഇവരൊക്കെ. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ പുതിയ ഇന്ന് എഴുതുന്ന എത്രയോ നല്ല കവികളുണ്ട്. അവര് ഇപ്പൊ ഗദ്യ കവിതയിലാണെങ്കിൽ അവിടെ സുബിൻ അമ്പിത്തറയെ പോലെയുള്ള ആള് കണ്ണി പൊട്ടാതെ അത് കാക്കുന്നുണ്ട്. അതുപോലെ പദ്യകവിതയിലാണെങ്കിൽ നമ്മുടെ രാത്രിയിൽ അച്ചാങ്കര എഴുതിയ കവി ദുർഗാപ്രസാദ്. അപ്പൊ ഇവരൊക്കെ ദുർഗാപ്രസാദ് ഒക്കെ ഉണ്ട്. എത്ര ഭംഗിയായിട്ടാണ് ആശാന്റെ ഒക്കെ ഡിക്ഷനിലാണ് അവരൊക്കെ എഴുതുന്നത്. എന്നാൽ പുതിയ കാലത്തെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ജാഗ്രത, അതിന്റെ ഒരു രാഷ്ട്രീയ മാനം, ഈ വാക്കിനോടുള്ള ബഹുമാനം, ഇതൊക്കെ വളരെ ഏറ്റവും നല്ല ഒരു വളർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കവിതയിൽ നല്ല വളർച്ചയുണ്ട്. പണ്ടുള്ള കവിത മാത്രമാണ് നല്ലത്, ഇപ്പോഴത്തെ കവിത മോശം എന്നുള്ള രൂപത്തിൽ പറയുന്നവരുണ്ട്. പണ്ടുള്ളതെല്ലാം മോശം, ഇത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന അധ്യാപക കവികളുണ്ട്. എല്ലാ കവികളും അല്ല പറഞ്ഞ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരം സെക്ടേറിയൻ ചിന്താഗതിയുണ്ട് കവിതയിൽ. അത് ശരിയല്ല എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞത് ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോ ഏറ്റവും ആ സ്പന്ദനം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം, ഇരയുടെ ആ മിടിപ്പ്. കാരണം ഞാനൊരു ഗ്രാമീണനാണ്. എന്റെ ഗ്രാമത്തിന്റെ മിടിപ്പുകളാണ് ഞാൻ എഴുതുന്നത്. ആഗോള ജന്മക്കടത്തിൽ കുടം പോലെ നാം മുങ്ങിനീരുമ്പോൾ ആറുകൾ വറ്റിയാൽ എന്ത്, സെമിനാറുകൾ ബാക്കിയുണ്ടല്ലോ എന്നുള്ള ഒരു തരത്തിൽ ഞാനത് അതുപോലുള്ള സംഗതി എഴുതാറുണ്ട്. അങ്ങനെ ഈ ഗ്രാമജീവിതത്തിന്റെ വേരറുക്കുന്ന നാഗരിക ഉപഭോഗ സംസ്കാരത്തിന്റെ യന്ത്രപ്പല്ലുകൾ കൊണ്ട് മുറിയുന്നത് എന്റെ ഹൃദയധമനികളാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ കവിത എഴുതുന്നു. ഈ വിപണിച്ചു കുഴിക്കുത്തിൽ അഴുകിപ്പോകുന്ന ഈ നിസ്സാര ജന്മങ്ങളുണ്ട്, അവർക്കൊരു പച്ചമരുന്നാവാൻ മാത്രമാണ് എന്റെ കവിത ശ്രമിക്കുന്നത്. അത് നാട്ടു നന്മകളെ തോറ്റി ഉണർത്തുക, ഓർമ്മകളെ പുനഃസ്ഥാപിക്കുക, ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരിക, നാട്ടുഭാഷയുടെ പ്രയോഗവീര്യം നമ്മുടെ കവിതയിൽ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഒരു പൊന്നാറിൽ നിന്നുണ്ടാകുന്നതാണ്. ഞങ്ങളുടെ പൊന്നാർ ഈ നാട്ടിലത്തെ ഒരു ഭാഷയാണ്. പൊന്നാറ് അംബികാസം മാഷ് പൊന്നാറ് പറഞ്ഞിട്ടൊരു നാട്ടുഭാഷ നിഘണ്ടു തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാക്ക് നമുക്ക് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പഴയ ഒരു വാക്ക് വെറുതെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ജീവിത പരിസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, ഓരോ വാക്കിൽ നിന്നും അനവധിയായിട്ടുള്ള ഉറവകൾ തെളിഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിവാകരൻ വിഷ്ണുമംഗലം നേരത്തെ സെമിനാർ എന്ന ഇംഗ്ലീഷ് വാക്ക്, ആ വാക്കിനെ നമ്മൾ ഒന്ന് എഴുതിയിട്ട് നോക്കിയാൽ ആ സെമിനാറിനകത്ത് കൂടി ഒരു 6 ഒഴുകിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ സെമിനാർ എന്ന ഇംഗ്ലീഷ് വാക്ക് ആത്യന്തികമായിട്ട് മലയാളത്തിലെ 6 പുഴ നദിയെ ഉൾവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുഴകൾ, ആറുകൾ ഇവിടെ വറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അതേക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സെമിനാറുകൾ ഉണ്ടല്ലോ എന്ന് പറയുന്നതിനകത്തുള്ള കവിതയെ പോലെ വലിയ ശക്തിയുള്ള കവിത മറ്റെന്തുണ്ട് എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സെമിനാറുകളാവട്ടെ, സാഹിത്യോത്സവങ്ങളാവട്ടെ, അതിലൊക്കെ ദിവാകരൻ വിഷ്ണുമംഗലത്തെ പൊതുവെ കണ്ടിട്ടുള്ളത് ആർക്കുമെതിരെ സംസാരിക്കാതിരിക്കുക, വലിയ പരദൂഷണങ്ങൾ പറയാതിരിക്കുക, കവിതയുടെ പേരിലുള്ള വാദപ്രതിവാദങ്ങളിൽപ്പെട്ട് താർക്കികനായിട്ട് മാറാതിരിക്കുക, മറിച്ച് എല്ലാ തരത്തിലുള്ള ഭാവുകത്വങ്ങളെയും വായിക്കാനും ആസ്വദിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. അങ്ങനെയുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണോ അഭിന്നം എന്ന കവിത എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത്? അതായത് എല്ലാറ്റിനും വേദനയുണ്ട്, എല്ലാറ്റിനും സ്പർശത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന സ്പർശമാപിനികളുണ്ട്. ഒരു ഇലയ്ക്ക്, ഒരു ചെടിക്ക്, ഒരു പൂവിന്, പക്ഷിക്ക് ഒക്കെയും വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവയും നമ്മളും തമ്മിൽ ഭിന്നരല്ല എന്ന് സൂചിപ്പിക്കുന്ന അഭിന്നം എന്ന കവിത അത് വായിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. എന്റെ കവിതയുടെ ഒരു എന്താ പറയണ്ടേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ അഭിന്നത തന്നെയാണ്. അത് നാങ്കളെ കൊത്തിയാലും ചോരയല്ല ചൊവ്വറ, നിങ്ങളെ കൊത്തിയാലും ചോരയല്ല ചൊവ്വറ എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പൊ സൂര്യനെ നോക്കിയാലും നമുക്ക് കാണുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് പ്രകാശം കൊടുക്കുന്നത്. നദിയാണെങ്കിലും അവിടെ വിവേചനമില്ല. അപ്പൊ അവർക്കും അത് മാത്രമല്ല, ഇന്ന് മനുഷ്യനെ മാത്രം നോക്കിയാൽ പോരല്ലോ, ഇന്ന് പ്രകൃതിയുടെ ഓരോ ഇതിന്റെയും നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ജാഗരൂകരാവേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ആ കവിത ഒന്ന് വായിക്കാം എല്ലാവർക്കും വേണ്ടി. അഭിന്നം. ജീവനുണ്ട് മരത്തിനും കല്ലിനും, പ്രാണവേദനയുണ്ട് ജലത്തിനും, ചേതനാരൂപമെന്നും അചേതനാരൂപമെന്നും വിവേചനം സാധ്യമോ? ചേതനാരൂപമെന്നും അചേതനാരൂപമെന്നും വിവേചനം സാധ്യമോ? നീളുമീ മൺതരിക്കുള്ളിലൊക്കെയും കാൺമു സൂക്ഷ്മപ്രപഞ്ച പ്രഭായനം. കേൾപ്പതുണ്ട് ചരാചര ഹൃത്തിലായി നേർത്ത വിശ്വസംഗീത വിസ്പന്ദനം.
ഏതു കാറ്റിലും മൂളുന്ന ജീവനനാദം ഒന്നാണ്, അതാണെന്റെ പ്രാണനിൽ. ഏതു നീർക്കണം തന്നിലും ആദിമ ജീവധാരയാണ് എൻ സിര തന്നിലും. ഏതു മണ്ണിലുമെൻ ദേഹധാതുവാണ്, ഏതു താരകദീപ്തിയും എൻ ബോധവീതിയിൽ ജ്ഞാനദീപമാണെന്നതും. നീലമേഘമായി നീളുമനന്തമാം ഈ വിശാലമാം മാനം എൻ മാനസ ഭാവനാകാശം എന്നുള്ള സത്യവും ഞാൻ അറിയുന്നു. നീയുമീ ഞാനുമായി ഭേദമില്ലെന്ന വേദസാരസ്വതം. കാറ്റിനില്ല, ജലത്തിനില്ല, ആകാശതാരജാലത്തിനില്ല, ഈ മണ്ണിനും ദൂരം അനന്തമായി നീളുന്ന വാനിനുമില്ല അതിർത്തി. വിശ്വത്തിലായി വ്യാപരിക്കുന്നു, തമ്മിൽ ഉൾച്ചേരുന്നു കോടി കോടി ജീവാജീവ സഞ്ചയം. പിന്നെ എങ്ങനെ അന്യമായി കാണു നാം ഭിന്നവർണം മതം ജാതി വർഗമായി ഇന്നു പോരാടി പേതുള്ളി മണ്ണിലെ ജന്മമാകെ മുടിക്കുന്ന വർഗമേ. മണ്ണടിഞ്ഞാൽ മനുഷ്യനും കല്ലും ഈ പഞ്ചഭൂതവും ഒന്നു ചേരില്ലയോ. ഇതാണ് അഭിന്നം. അഭിന്നം എന്ന് പറയുന്ന കവിതയിലെ അഭിന്നത ഞാൻ ദർശിക്കാൻ ആഗ്രഹിച്ചത്, അതാണ് പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് പോലെ തന്നെ അങ്ങേയറ്റം സരസനായ, അങ്ങേയറ്റം പ്രസന്നവദനായ, ജീവിതത്തിലും പ്രസന്നമായ ഒരു ദർശനം പുലർത്തുന്ന കവിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ജിയോളജി വകുപ്പിലെ സേവനത്തിന് ശേഷം വിരമിച്ച് അന്നും ഇന്നും കവിതയിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തിനോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് രസകരമായൊരു അനുഭവം എന്ന നിലയ്ക്ക് സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. മദനോത്സവം പോലെയുള്ള സിനിമകളിൽ അദ്ദേഹത്തെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം എന്ന ഒരു സിനിമ, അൻപോട് കൺമണി, ദ പാത്ത്, വടു തുടങ്ങിയ 6ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കാവ്യ വ്യക്തിത്വം കൂടിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. അഭിന്നം എന്ന കവിത നമ്മൾ കേട്ടു. ചോറ്റുപാടം എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭാഷണം ആരംഭിച്ചത്. DC ബുക്സ് ആണ് ചോറ്റുപാടം എന്ന അദ്ദേഹത്തിന്റെ ഈ കവിതാ സമാഹാരം ഇറക്കിയിട്ടുള്ളത്. 190 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. അഭിന്നം എന്ന കവിത ആലപിക്കുകയും ചോറ്റുപാടം എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ചും സ്വന്തം കവിത ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായും സംസാരിക്കുകയും ചെയ്ത ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം, നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. പ്രത്യേകിച്ച് MS ബനേഷിനെ പോലെ ഈ കാലത്ത് ഏറ്റവും ജാഗ്രതായി, രാഷ്ട്രീയ ജാഗ്രതയോടെ കവിതയെ സമീപിക്കുന്ന MS ബനേഷിനോട് സംസാരിക്കാൻ പറ്റിയത് എൻ്റെ ഒരു സുഹൃതമായി കാണുന്നു. ഈ കേരള വിഷന്റെ എല്ലാ പരിപാടികളും ഞാൻ കാണാറുണ്ട്. വളരെ സന്തോഷം. നന്ദി.